അതാണ്, അതായത് ഈ കോടതിയിലേക്ക് ഹാജരാകാനുള്ള തീരുമാനം എന്ത് എന്ന് എൻ ഹരി വിശദീകരിക്കുകയായിരുന്നു. അതായത് ഇന്ന് രാവിലെ വീട്ടിലെത്തി പോലീസ് വീണ്ടും പരിശോധന നടത്തുന്നു. അങ്ങനെ പി സി ജോർജിനെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കമാണ് ഫലത്തിൽ ഈ നടത്തിയത്. അതുകൊണ്ടാണ് തങ്ങൾ ഇനി പോലീസിൽ വിശ്വാസം അർപ്പിക്കേണ്ട. കാരണം ഡിവൈഎസ്പിക്ക് മുന്നിൽ പ്രത്യേക കത്ത് നൽകിയ ശേഷവും ഇത്തരമൊരു നീക്കം നടത്തുന്നത് അംഗീകരിക്കാനാകില്ല എന്നാണ് ബിജെപി ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ടാണ് പോലീസ് സ്റ്റേഷനിലേക്ക് ഹാജരാകാൻ വന്ന പി സി ജോർജ് നേരെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരായത് എന്നുള്ളതാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും വലിയ തിരക്ക് ഇവിടെ തുടരുകയാണ്. ബിജെപി നേതാക്കളും പി സി ജോർജ് അനുകൂലികളും അടക്കം നിരവധി ആളുകൾ ഇവിടെ തടിച്ചുകൂടി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഏതായാലും അതിനാടകീയമായിട്ടായിരുന്നു പി സി ജോർജ് നടത്തിയ നീക്കം. പാലാ ഈരാറ്റുപേട്ട കോടതിയിലാണ് പി സി ജോർജ് എത്തിയത്. 10 മണിയോടുകൂടി ഈരാറ്റുപേട്ട പോലീസ് സ്റ്റേഷനിൽ എത്തിയേക്കും പി സി ജോർജ്. ബിജെപി പ്രവർത്തകരോടൊപ്പം പോലീസിന് മുൻപാകെ ഹാജരാകുമെന്ന് കരുതിയിരുന്നു. പക്ഷെ അതിന് പകരമായിട്ട് പാലാ ഈരാറ്റുപേട്ട കോടതിയിൽ അതിനാടകീയമായിട്ട് പി സി ജോർജ് എത്തി. താൻ കീഴടങ്ങാനാണ് വന്നത് എന്നുകൂടി മാധ്യമങ്ങളോട് പറഞ്ഞുകൊണ്ടാണ് ജോർജ് കോടതിയിലേക്ക് കടന്നത്. ബിജെപി പ്രവർത്തകരും പി സി ജോർജിനൊപ്പം ഉണ്ടായിരുന്നു. ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളി. അതിന് തൊട്ടു പിന്നാലെ പി സി ജോർജിനെ അറസ്റ്റ് ചെയ്യാനായി ഇന്ന് രാവിലെ പോലീസ് അദ്ദേഹത്തിന്റെ വീട്ടിലെത്തി. ആ സമയത്തും പി സി ജോർജ് വീട്ടിലുണ്ടായിരുന്നില്ല. എവിടെയാണ് പി സി ജോർജ് ഉള്ളത് എന്ന് വ്യക്തമായിട്ടുള്ള വിവരങ്ങൾ കുടുംബമോ അല്ലെങ്കിൽ ബിജെപി പ്രവർത്തകരോ നൽകിയിരുന്നില്ല. കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം നടത്തി. അതിന് തൊട്ടു പിന്നാലെ ഹാജരാകാൻ 2 ദിവസത്തെ സാവകാശം പി സി ജോർജ് തേടി. കഴിഞ്ഞ ജനുവരി 5-ാം തീയതിയാണ് ചാനൽ ചർച്ചയ്ക്കിടെ പി സി ജോർജ് മതവിദ്വേഷ പരാമർശം നടത്തുന്നത്. അപ്പോൾ യൂത്ത് ലീഗ് ഈരാറ്റുപേട്ട മണ്ഡലം കമ്മിറ്റി പരാതി നൽകുന്നു. അങ്ങനെയാണ് പോലീസ് കേസെടുക്കുന്നത്. കോട്ടയം സെഷൻസ് കോടതി പിന്നീട് ഹൈക്കോടതിയും പി സി ജോർജിന് മുൻകൂർ ജാമ്യാപേക്ഷ തള്ളുകയും ചെയ്തു. ഇതാദ്യമായിട്ടല്ല പി സി ജോർജ് വിദ്വേഷ പരാമർശം നടത്തുന്നതും നിയമ നടപടി നേരിടുന്നതും. 2022 ഏപ്രിൽ 30 തിരുവനന്തപുരത്ത് നടന്ന അനന്തപുരി ഹിന്ദു മഹാസമ്മേളനത്തിൽ നടത്തിയ വിദ്വേഷ പരാമർശത്തിലായിരുന്നു പി സി ജോർജ് ആദ്യം അറസ്റ്റിലാകുന്നത്. ജാമ്യത്തിലിറങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ എറണാകുളം വെണ്ണലയിൽ സമാനമായ രീതിയിൽ പ്രസംഗിച്ചതോടെ കോടതി ജാമ്യം റദ്ദാക്കുകയും വീണ്ടും പി സി ജോർജ് അറസ്റ്റിലാകുകയും ചെയ്തു. ഇന്ത്യ എന്ന ഹിന്ദുസ്ഥാനെ ഹിന്ദു രാഷ്ട്രമായി പ്രഖ്യാപിക്കണം. ഒരു സ്വകാര്യ ചാനലിൽ ഈ കഴിഞ്ഞ ജനുവരി 6-ന് നടത്തിയ പരാമർശത്തിലായിരുന്നു ഇപ്പോഴത്തെ അറസ്റ്റ് ഉണ്ടായത്. അന്നും 2022 അന്ന് പി സി ജോർജ് ബിജെപി നേതാവ് പോലുമല്ല. പക്ഷേ ബിജെപി പ്രവർത്തകർ പി സി ജോർജിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന വാഹനം തടയുകയും പ്രതിഷേധിക്കുകയും അദ്ദേഹത്തിന് അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയും ഒക്കെ ചെയ്തതാണ്. ബിജെപി കൂടുതൽ ശക്തമായ ഒരു നിലപാടെടുക്കുന്നു. മുസ്ലിം ലീഗിനെ തൃപ്തിപ്പെടുത്താൻ അല്ലെങ്കിൽ അങ്ങനെ പരാമർശം നടത്തുന്നവരെ എല്ലാം തൃപ്തിപ്പെടുത്താൻ വേണ്ടി പിണറായി സർക്കാർ നടത്തുന്ന രാഷ്ട്രീയ നാടകമാണ് പി സി ജോർജിന്റെ അറസ്റ്റിലേക്ക് നയിക്കുന്നത് എന്നുള്ള ആരോപണം ബിജെപി നേതാക്കന്മാർ സമൂഹ മാധ്യമങ്ങളിലും വലിയ തരത്തിലുള്ള ക്യാമ്പയിനും ബിജെപി അണികളടക്കം സൈബർ അണികളടക്കം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് പി സി നാടകീയമായിട്ട് ഈരാറ്റുപേട്ട പോലീസ് സ്റ്റേഷന് പകരം ഈരാറ്റുപേട്ട കോടതിയിലേക്ക് തന്നെ എത്തിയിരിക്കുന്നത്. ഒരിക്കൽ കൂടി ശ്രീജിത്ത്, ഇനി നിയമ നടപടിക്രമങ്ങൾ അത് ഏത് തരത്തിലായിരിക്കും? ഇതുപോലെ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയിച്ചുകൊണ്ടും എന്താണ് നിയമ നടപടിക്രമങ്ങൾ ഇനി നടക്കുക? തീർച്ചയായും ഇക്കാര്യത്തിലുള്ളത് ഇനി മജിസ്ട്രേറ്റിന്റെ തീരുമാനമാണ്. മജിസ്ട്രേറ്റിന്റെ തീരുമാനം ഉടൻ വരും. മജിസ്ട്രേറ്റിന്റെ തീരുമാനം എടുക്കുന്നതിന് വേണ്ടി കോടതിയിൽ ഈ കേസ് വിളിക്കുന്നതിന് വേണ്ടി കാത്തു നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. സ്വാഭാവികമായും പി സി ജോർജിന് അദ്ദേഹത്തിന്റെ ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടാം. അങ്ങനെ ഒരു ആരോഗ്യ പ്രശ്നം ചൂണ്ടിക്കാട്ടുമ്പോൾ സ്വാഭാവികമായും വൈദ്യപരിശോധന അനുവദിക്കാനുള്ള സാധ്യതയുണ്ട്. ആ സാധ്യത കൂടി ആ സാധ്യത നടത്തിയ ശേഷമായിരിക്കും തുടർ നടപടികളിലേക്ക് കാര്യങ്ങൾ പോകുക. എന്തായാലും മജിസ്ട്രേറ്റാണ് ഇതിൽ അന്തിമമായൊരു തീരുമാനം എടുക്കേണ്ടത്. ആ തീരുമാനത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് എന്തായാലും പോലീസ് ഉള്ളത്. നിലവിൽ കോടതി മുറിക്കുള്ളിലാണ് പി സി ജോർജ് ഉള്ളത്. അതിനുവേണ്ടി അതിനുവേണ്ടി നടപടിക്രമങ്ങൾക്ക് വേണ്ടി കാത്തു നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് ഈരാറ്റുപേട്ടയിൽ കാണാൻ സാധിക്കുന്നത്. വലിയ ജനത്തിരക്ക് ഇവിടെയുണ്ട്. ബിജെപി പ്രവർത്തകരും നേതാക്കളും എല്ലാമായി വലിയ ജനത്തിരപ്പ് കൊണ്ട് ഈരാറ്റുപേട്ട SHO അടക്കമുള്ളവർ ഇവിടെ ഉണ്ട്. എന്തായാലും പോലീസിനെ കബളിപ്പിച്ചുകൊണ്ടാണ് പി സി ജോർജ് ഇവിടേക്ക് എത്തിയത്. അതിന് അവരൊരു കാരണവും പറയുന്നുണ്ട്. ആ കാരണം ഇന്ന് രാവിലെ വീട്ടിൽ നടത്തിയ പരിശോധനയാണ്. ഫലത്തിൽ പോലീസ് നോട്ടീസ് നൽകണം, പ്രകടനം നടത്തരുത് എന്ന് ചൂണ്ടിക്കാട്ടി നോട്ടീസ് നൽകാൻ വേണ്ടിയാണ് പി സി ജോർജിന്റെ വീട്ടിൽ പോലീസ് എത്തിയെന്നാണ് പോലീസ് പറയുന്നത്. പക്ഷെ വീട്ടിലെത്തി പി സി ജോർജ് ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയാണ് പോലീസ് എത്തിയത് എന്ന് അവർ പറയുന്നു. മാത്രമല്ല രാവിലെ മുതൽ വാർത്തകളും അങ്ങനെ വരുന്നുണ്ടായിരുന്നു. പി സി ജോർജിനെ നോട്ടീസ് ഹാജരാകാമെന്ന് പറഞ്ഞ സാഹചര്യത്തിൽ പി സി ജോർജിനെ ഇനി എവിടെ വെച്ച് വേണമെങ്കിലും ഞങ്ങൾ അറസ്റ്റ് ചെയ്യും എന്നുള്ള നിലപാടാണ് പോലീസ് സ്വീകരിക്കുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ, അതായത് ഈ സ്റ്റേഷനിൽ ഹാജരാക്കാതെ പോലീസിലുള്ള വിശ്വാസം മാറുന്നു. അതുകൊണ്ട് സ്റ്റേഷനിൽ ഹാജരാക്കാതെ നേരിട്ട് ഇവിടേക്ക് എത്താനുള്ള തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ എത്തിയതെന്നാണ് ബിജെപിയുടെ ഒരു വിശദീകരണം വരുന്നത്. എന്തായാലും പോലീസ് ഇനി മജിസ്ട്രേറ്റിന്റെ
ഒരു പ്രതികരണത്തിനായി അല്ലെങ്കിൽ വിധിക്കായി കാത്തിരിക്കുകയാണ്. അപർണ. ശ്രീജിത്ത് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും എന്താണ് മജിസ്ട്രേറ്റിന്റെ വിധി ഉണ്ടാവുക എന്നുകൂടി ഉറ്റുനോക്കുമ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കോടതികൾ സ്വീകരിച്ച നിലപാടുകൾ കൂടിയാണ് പരിശോധിക്കേണ്ടത്. കോട്ടയം മുൻസിഫ് കോടതി ഇതിനകത്ത് അനുകൂലമായിട്ടുള്ള നിലപാടല്ല എടുത്തത്. ഹൈക്കോടതി വലിയ രീതിയിലുള്ള വിമർശനം നടത്തി. ഈ ഈരാറ്റുപേട്ട പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ മുൻകൂർ ജാമ്യാപേക്ഷ കഴിഞ്ഞ ദിവസം തള്ളിക്കൊണ്ട് ഹൈക്കോടതി രൂക്ഷമായിട്ടുള്ള പരാമർശങ്ങൾ നടത്തി. 30 വർഷത്തോളം MLA ആയിരുന്നിട്ട് പോലും എളുപ്പത്തിൽ പ്രകോപനത്തിന് വശംവദനാകുന്ന PC ജോർജിന് രാഷ്ട്രീയക്കാരനായി തുടരാൻ അർഹതയില്ല എന്ന് വരെ ഉള്ള നിരീക്ഷണങ്ങൾ ഹൈക്കോടതി നടത്തി. മതവിദ്വേഷ പരാമർശം ആവർത്തിക്കരുതെന്ന് കർശന ഉപാധിയോടെ സമാന സ്വഭാവമുള്ള മുൻകേസുകളിൽ ജാമ്യം അനുവദിച്ചിരുന്നു. അത് ലംഘിച്ചതടക്കം കണക്കിലെടുക്കുകയാണ് കോടതി. അതുകൊണ്ടാണ് മുൻകൂർ ജാമ്യം നിഷേധിച്ചതെന്നും കോടതി വ്യക്തമാക്കി. മാത്രമല്ല, ഹൈക്കോടതിയുടെ ഉത്തരവിൽ PC ജോർജ് ഇതിനു മുൻപ് നടത്തിയിട്ടുള്ള പ്രകോപനപരമായ പരാമർശങ്ങൾ പോലും ഉൾപ്പെടുത്തിയിരുന്നു. ജാമ്യ വ്യവസ്ഥ ലംഘിച്ചിട്ടും ഹർജിക്കാരന് മുൻകൂർ ജാമ്യം നൽകിയാൽ അത് സമൂഹത്തിന് ഒരു തെറ്റായ സന്ദേശം നൽകാനാണ്. അത്തരത്തിലുള്ള രൂക്ഷമായ പരാമർശങ്ങൾ പോലും ഹൈക്കോടതി നടത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ എന്ത് നിലപാടിലേക്ക് കോട്ടയം മുൻസിഫ് കോടതി കടക്കും എന്നുകൂടി ഉറ്റുനോക്കേണ്ട സാഹചര്യം. ഈ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് വരാം ഇടവേളയ്ക്ക് ശേഷം.